ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറമ്പേ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കും യഥാർത്ഥ വില അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നഴ്സറിലൊക്കെ പോയാലാണ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് പറ്റിയൊരു പോട്ട് എടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പൊട്ടിയ ഓടും കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് വെക്കണേക്കാൾ മുന്നേ തന്നെ നമുക്ക് അതിൽ ഒരുപാട് റൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട, നമുക്ക് കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട. മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും വല്ല ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും അതിൽ ചില ഇലകൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഡാമേജ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫൈനലി നമ്മുടെ ആ ഒരു പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി നമുക്ക് കെയറിംഗ് ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആണെങ്കിലും നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കാം കേട്ടോ.